നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മകൻ പ്രതികരിക്കുന്നു. കളക്ടറും അത് പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഞങ്ങളതിനെ തടഞ്ഞല്ലോ. ഈ തടഞ്ഞതിൻ്റെ അന്ന് മുതൽ എൻ്റെ അമ്മ, എൻ്റെ അനിയൻ്റെ വൈഫ് ഇതൊരിക്കലും ആഹാരം കഴിച്ചിട്ടില്ല. അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഒന്ന് ആലോചിക്കുക, ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നടക്കുന്നത്? സമാധാനപരമായിട്ട് ഉള്ളൊരാശ്രമം, അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു വീട്, സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ശിവന്റെ അമ്പലം, അവിടെ സമാധിയായ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനെ കുറ്റം പറയുന്നതിനുള്ള എൻ്റെ അമ്മയും കുടുംബത്തോട്, എൻ്റെ അമ്മ എല്ലാവരും മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ ഇനി ഇത് എന്ത് പറയട്ടെന്ന് എനിക്കറിയില്ല. കോടതി വിധിയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? കോടതി വിധി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞു ഇത് പൊളിക്കുന്നതിലൊരു തടസ്സവുമില്ല, പൊളിക്കാം ജില്ലാ ഭരണകൂടത്തിന്. അത് നിങ്ങൾ പറയുന്നതല്ലേ കാര്യം. ഞങ്ങൾക്ക് അറിയണമല്ലോ. നമ്മുടെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവര് പറഞ്ഞില്ലല്ലോ ഞങ്ങളടുത്ത്. ഇതിനകത്ത് തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നത് തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നില്ല, എന്നൊരു സംശയമുണ്ട്. അപ്പൊ ആ ഒരു സംശയം ദൂരീകരിക്കാനായിട്ട് ഇത് പുറത്തെടുക്കണം എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനം. അത് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇത് മാൻമിസിങ്ങിന് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇയാളെ കണ്ടെത്തുന്നതിന് ഇത് തുറന്ന് പരിശോധിക്കണം, അതിൽ തെറ്റില്ല. അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്നാണ് കോടതി ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് സമാധി എന്ന് പറയുന്നത് കളങ്കപ്പെടുത്തുന്നതിനെക്കാട്ടിലും നല്ലത്. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ എന്തെല്ലാം ഇതുണ്ട്, സ്കാൻ വെച്ച് ചെക്ക് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന്. അത് നടക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് സ്ലാബ് പൊളിക്കണം, അവിടെ ആളുണ്ടോ എന്ന് നോക്കണം, ആളെങ്ങനെയാണ് മരിച്ചതെന്ന് നോക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം എന്നതൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നതാണോ സനന്ദൻ പറയുന്നത്? നിയമത്തിന്റെ വഴി പോകുന്നതിൽ നമുക്ക് യാതൊരുവിധ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ്. ഇപ്പൊ അവര് നമ്മുടെ ഒരു ഡിസ്റ്റിങ്ഷൻ പറയട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം. അതല്ല, ഇപ്പൊ ഈ കോടതിയുടെ വിധി നിങ്ങൾ മാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ ഹിന്ദു ഐക്യവേദി പറയുന്ന പോലെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കുടുംബം, അതായത് നിങ്ങളുടെ അച്ഛനാണ്, നിങ്ങൾ വെച്ച സത്യസന്ധമായിട്ട് മാനിക്കുന്നവനാണ് ഞാനും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു ഐക്യവേദിയോടും ഹിന്ദു ഐക്യവേദി പറയുന്നത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ അവരെന്നെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല, ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല. അവരപ്പോ ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓക്കെ, ആ സംഘടനകൾ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും സ്ലാബ് പൊളിക്കുന്നത്? ഞാനിപ്പോ ഒന്നും പറയില്ല, അത് അപ്പോഴ് നമുക്ക് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ അവരുടെ മറുപടി പറയുന്ന കാര്യത്തിനോട് അങ്ങനെ പറ്റില്ല. അതുപോലെ നിങ്ങൾ പറഞ്ഞ ഒരു തരത്തിലും സ്ലാബ് പൊളിച്ച് പുറത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ പാടില്ല, അതങ്ങനെ പുറത്തേക്കെടുത്ത് പരിശോധിക്കുക തന്നെ ചെയ്യണമെന്നുള്ള കോടതി സ്റ്റാൻഡാണ്. അത് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ വ്രണപ്പെടുത്തുക എന്നാണ് ചെയ്യണത്. ആദ്യം ഈ ക്ഷേത്രത്തില് ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയാ, ഇവിടെ നടന്ന സംഭവം ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതൊരിക്കലും അന്വേഷിച്ചിട്ടില്ല. ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല അത് മാത്രമല്ല ഇതിപ്പോ സംസ്കരിച്ചു. ഇല്ല, അത് തന്നെയാണ് കാരണം. ഇല്ല ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, അപ്പൊ അതുകൊണ്ട് ആലോചിച്ച് തീരുമാനങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട്. ഒരു മിനിറ്റ്, 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, 2ാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ 1ാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, 2ാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്?
സാറേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം, എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട് അവസാനമായിട്ട്. ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ, ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു ഒരു കൃത്യമായ മറുപടി പറയാൻ, നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകളോട് ചോദിക്കട്ടെ, അതിന് ചോദിച്ചതിന് ശേഷം നിലപാട് അറിയിക്കാം എന്നാണ് സനന്ദന്റെ പ്രതികരണം.